ഇതിൽ എങ്ങനെയാണ് അവർക്ക് പ്രൊഡക്റ്റ് അസൈൻ ചെയ്യുക ഓരോ യൂസർക്കും എന്നുള്ളത് നോക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഈ പ്രൊഡക്ട്സിൽ വരിക. പ്രൊഡക്ട്സിൽ വന്നാൽ ഇവിടെ മേലുള്ള ഒരു ടോപ്പ് റൈറ്റ് സൈഡിലുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അവിടെ അസൈൻ പ്രൊഡക്ട്സ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അവർക്കുള്ള യൂസേഴ്സ് എല്ലാം ലിസ്റ്റ് ആകും. എന്നിട്ട് ഇതിൽ ഏത് യൂസർക്കാണോ അവർ പ്രൊഡക്റ്റ് അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ യൂസറെ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ യൂസർ 1 ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ യൂസർ 1 വന്നു. പിന്നെ അസൈൻ പ്രൊഡക്റ്റ് ഇതിൽ റിപ്പോർട്ട് ആ യൂസറിൻ്റെ റിപ്പോർട്ടും പാർട്ടീസിനെയും മാനേജ് നമ്മുടെ ആക്സസും ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ മാനേജിൻ്റെ ഓപ്ഷൻ. അതിൽ 4ാമത്തെ ഓപ്ഷൻ കണ്ടില്ല അസൈൻ പ്രൊഡക്ട്സ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ യൂസറിന് ഓൾറെഡി അസൈൻ ചെയ്തിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടിക്ക് കുറച്ച് ഡാർക്കായിരിക്കും. ഞാൻ മറ്റേ യൂസറിൻ്റെ ഈ ന്യൂ യൂസറിൻ്റെ കാണിച്ചു തരാം. ന്യൂ യൂസർ ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഈ യൂസറിന് ഈ 5 പ്രോഡക്റ്റ് അസൈൻ ചെയ്തതാണ്, ബാക്കിയുള്ളത് അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇവർക്ക് ഏതെങ്കിലും പുതുതായിട്ട് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് അസൈൻ ആവും. ഇനി ഏതെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ 3 ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റത്തെ 4 വെച്ചു. പിന്നെ സേവ് ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റ് അസൈൻമെൻറ്റ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ആ യൂസറിൻ്റെ പ്രൊഡക്ട്സിൽ കയറിയാൽ ആ ഒരു ഡാറ്റ മാത്രമേ കാണുള്ളൂ. ഇതിപ്പോൾ അഡ്മിൻ ആയതുകൊണ്ടാണ് ഇയാൾക്ക് എല്ലാ പ്രൊഡക്ട്സും കാണുന്നത്. ഇനി ആ യൂസറിൻ്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ യൂസറിന് ആ 4 പ്രൊഡക്ട്സ് മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ ഈ പ്രൊഡക്ട്സ് കൂടെ അസൈൻ പ്രൊഡക്ട്സ് എന്ന് അടിച്ചിട്ടും പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ആളിൽ എംപ്ലോയീസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ യൂസറിൻ്റെ ഇതിലോട്ട് പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അസൈൻ പ്രൊഡക്ട്സ് എടുക്കുക.